SIR-മായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു. ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ട പല ആശങ്കകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ആശങ്ക ജനങ്ങൾക്ക് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കും ജനപ്രതിനിധികൾക്കും ഈ ആശങ്കകൾ ഇപ്പോഴുണ്ട് എന്നാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് SIR നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ പലരുടെയും പേര് അന്തിമ പട്ടികയിൽ നിന്നും പുറത്തു പോകുമോ എന്നുള്ള ആശങ്കകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളുടെ പേരുകൾ വെട്ടിമാറ്റുന്നു, ചില ആളുകൾക്ക് ഹിയറിങ്ങിനുള്ള നോട്ടീസ് അയക്കുന്നു, ചില ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള അപേക്ഷകൾ നൽകുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ വരുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷന് പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ആദ്യം മുതലേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതുമായി അനുബന്ധമായിട്ട് അവസാന ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ വീണ്ടും ആശങ്കകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം മീഡിയ വൺ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ആ വാർത്ത എന്താണെന്ന് നമ്മൾക്ക് ആദ്യം കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സംസ്ഥാനത്ത് നടന്നുവരുന്ന SIR പ്രക്രിയകളിൽ അടിമുടി ദുരൂഹതകളാണ്. പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നതായാണ് വിവരങ്ങൾ. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായത് 24 ലക്ഷത്തോളം പേരും രേഖകളുമായി ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് 19 ലക്ഷത്തോളം പേർക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 37 ലക്ഷത്തോളം പേർക്ക് ഹിയറിംഗിന് എത്തണമെന്ന് കാട്ടി EROമാർ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നതാണ് വിവരം. പേരിലെ അക്ഷരത്തെറ്റടക്കമുള്ള ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി കാരണമാണത്രേ ഇത്രയും പേരെ ഹിയറിംഗിന് വിളിപ്പിച്ചത്. കഴിഞ്ഞില്ല. പുതുതായി വോട്ട് ചേർക്കാനുള്ള ഫോം 6 ഉപയോഗിച്ച് വ്യാപകമായി പലയിടത്തും ആളുകളെ കൂട്ടിച്ചേർക്കുകയാണ്. പുതുതായി 26 ലക്ഷത്തിലധികം പേരെ ഉൾപ്പെടുത്തിയെന്നാണ് കമ്മീഷൻ വെബ്സൈറ്റിലുള്ളത്. BLOമാർ എത്തിയപ്പോൾ ഇത്രയധികം പേർ അപ്പോൾ എവിടെയായിരുന്നു? ഇവരൊക്കെ ഇപ്പോൾ കൂട്ടത്തോടെ എങ്ങനെയെത്തി? യഥാർത്ഥത്തിൽ SIR-ന്റെ പേരിൽ എന്താണ് കേരളത്തിൽ നടക്കുന്നത്?